ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി ഇന്ന് കാശ് വാങ്ങിക്കാനുള്ള തത്രപ്പാടിലാണ്. ധനലക്ഷ്മി എന്ന കൺമണി പറയുകയാണ്, തനിക്ക് കിട്ടിയ പണം ഞാൻ ഒരിക്കലും മേടത്തേക്ക് തരില്ല, അതെൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള പണമാണ് എന്ന് തറപ്പിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ധനലക്ഷ്മിക്ക് ദേഷ്യമാണ് വരുന്നത്. അപ്പോൾ ശരി, നിന്റെ അച്ഛനുള്ള ചികിത്സയ്ക്കുള്ള പണമല്ലേ, എങ്കിൽ ഞാനത് സൂക്ഷിച്ചോളാം എന്ന് ധനലക്ഷ്മി പറയുന്നു. അപ്പോൾ കൺമണി പറയുന്നു, ഇല്ല ഞാൻ തരത്തില്ല, ഇത് ഇന്ന് ഒരു പൈസ പോലും ഞാൻ ഏട്ടത്തേക്ക് തരത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ധനലക്ഷ്മി പറയുകയാണ്, നിന്നെ വലിയ വലിയ കമ്പനിയിലുള്ള MD-മാരുടെ അമ്മ തലയിൽ തൂക്കി വെച്ചതിൻ്റെ അഹങ്കാരമാണ് നിനക്ക്. ഇപ്പം നമ്മളൊന്നും പറഞ്ഞാൽ നീ അനുസരിക്കുന്നില്ല. ആരോ ആയിപ്പോയെന്നാണ് നിന്റെ തോന്നൽ. അതെ, ഞാൻ ആരോ ആയിപ്പോയെന്ന തോന്നൽ എനിക്കുണ്ട്. അത് ഏട്ടത്തി പറഞ്ഞത് ശരിയാ. എന്തെടി നീ തർക്കുത്തരം പറയുന്നു? ഇത് നേരത്തെ ചെയ്യേണ്ടായിരുന്നു, ഇപ്പോൾ അല്പം ഒന്ന് വൈകിപ്പോയെന്നേ ഉള്ളൂ. അത്രയ്ക്കായോ? എങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ധനലക്ഷ്മി അകത്തേക്ക് കയറിപ്പോയി കൺമണി സൂക്ഷിച്ചിരുന്ന പൈസയെ പെട്ടിയോടെ കയ്യിലെടുക്കുകയാണ്. അപ്പോൾ കൺമണി അതിനെ വാങ്ങിക്കാൻ വേണ്ടി നല്ല ശ്രമിക്കുകയാണ്. എന്നിട്ട് ധനലക്ഷ്മി കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. ഇത് കഴിഞ്ഞ് കൺമണി ധനലക്ഷ്മി ആ കാശിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കൺമണി അവളുടെ ആമത്തം തക്ക വിധം അത് വാങ്ങാൻ നോക്കുന്നു. പക്ഷെ ധനലക്ഷ്മി അത് കൊടുക്കാൻ ഒട്ടും തന്നെ കൂട്ടാക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും പിടിയും വലിയുമാകുന്നു. അതിനുശേഷം കൺമണി ധനലക്ഷ്മി ഒറ്റ തള്ളുന്നു. എന്നിട്ട് വാതിൽ പോയി അടയ്ക്കുകയാണ്. എന്നിട്ട് കൺമണി പറയുകയാണ്, നിങ്ങളെ ഞാൻ കൊന്നുകളയും, മര്യാദയ്ക്ക് കാശ് താന്ന്. അപ്പോൾ ധനലക്ഷ്മി ഒന്ന് പേടിക്കുകയാണ്. തരാനുള്ള മുഴുവൻ കാശ് താ, എന്നിട്ട് നിന്റെ തന്തയെ വിളിച്ച് ഈ വീട്ടിന്റെ പടി ഇറങ്ങിക്കൊള്ളണം. അല്ലെങ്കിൽ വേണ്ട, നിന്റെ തന്ത വന്നതിന് ശേഷം നിന്റെ തന്ത വന്നിട്ട് ഞാൻ അങ്ങേരിട്ട് സംസാരിച്ചോളാം, അയാൾ പണി കഴിഞ്ഞോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ധനലക്ഷ്മി. എന്നിട്ട് ധനലക്ഷ്മി പറയുന്നു, എന്താ മഹാറാണിക്ക് ഇപ്പോൾ വായിറങ്ങിപ്പോയോ? ഒന്നും പറയാനില്ലേ? നിന്റെ തന്തയെ ഞാൻ കൊല്ലാതെ കൊല്ലും. നിന്റെ തന്തയ്ക്ക് ഒരു സമാധാനവും ഞാൻ കൊടുക്കില്ല. അങ്ങേര് ആയുസെത്തുന്നുമ്പോ അങ്ങേര് ചത്തു തൊലയും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ കൺമണി ഇങ്ങനെ വല്ലാതെ നിൽക്കുകയാണ്. ലക്ഷ്മി ഇത് പറയുന്നത് കേൾക്കുമ്പോൾ കൺമണി അടിക്കാൻ കയ്യോങ്ങയാണ്. അപ്പോൾ എന്നിട്ട് അടിക്കുന്നില്ല. അപ്പൊ ധനലക്ഷ്മി ചോദിക്കുക, എന്താ നീ അടിക്കുന്നില്ലേ എന്ന്. ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ അടിച്ചു നോക്കിയെങ്കിൽ നീ വിവരം അറിയുമെന്നൊക്കെ ധനലക്ഷ്മി കൺമണിയോട് പറയുന്നു. നീ പേടിക്കേണ്ട, ഈ കാശ് എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും, നിന്റെ അച്ഛനുള്ള ഹോസ്പിറ്റലിലെ ചിലവ് ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. എന്നിട്ട് കൺമണിയോട് പറയാണ്, ഒരു വീടാകുമ്പോൾ മാറി മാറി വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകും, അതൊന്നും നീ കാര്യമാക്കണ്ട. ആ ബ്രഷ് എടുത്ത് 2-3 പടങ്ങളൊക്കെ അങ്ങ് വരച്ച്, ഈ ബ്രഷ് എടുത്ത് ആത്മാർത്ഥമായിട്ടൊരു വര അങ്ങോട്ട് ലക്ഷങ്ങൾ നിന്റെ കയ്യിൽ വന്ന് ചേരും. കോടികൾ നമുക്ക് സമ്പാദിക്കാം. ഇത് കഴിഞ്ഞ് നീ അലിഗലെ ജോലി രാജിവെച്ച് മനോജേട്ടൻ്റെ കമ്പനിയായ BR ഡിസൈൻസ് ചേരുമോളെ. എന്നിട്ട് നമുക്ക് ഒരു കൂസലുമില്ലാതെ ധനലക്ഷ്മി ആ കാശും കൊണ്ട് പോവുകയാണ്. ലക്ഷ്മി ഈ കാശും കൊണ്ട് പോകുമ്പോൾ നിസ്സഹായ അവസ്ഥയായി കൺമണി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് മാനസ കൺമണിയും വന്നിട്ട് വിദ്യയെ വിളിച്ചിട്ട് പറയുകയാണ്, നമ്മളുടെ ഡൽഹി പ്രോജക്റ്റിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് നീ എൻ്റെ ക്യാബിനിൽ വരണം എന്ന് പറയാം. അപ്പോൾ വിദ്യ വേറെ മേഡം ഒന്നും അറിഞ്ഞില്ലേ, നമ്മുടെ ഡൽഹി പ്രോജക്റ്റ് റിജക്റ്റായി BR ഡിസൈൻസിലെ ആ ഡിസൈനാണ് തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ മാനസ അന്തം വിട്ട് നിൽക്കും. ഇതൊക്കെ ഇവിടെ സംഭവിച്ചോ? ഈ ലീഗയിലെ ഡിസൈനറായ ഞാൻ ഇപ്പോഴാണോ ഈ സംഭവം അറിയുന്നത്? അതുകൊണ്ടാണ് മാഡം ദേവിജി ഈ ഇൻഫർമേഷൻ പറഞ്ഞപ്പോൾ ഞാൻ മാഡത്തിന് മെയിൽ അയച്ചത്. മാഡം മെയിൽ അലിഗ ഡിസൈനിൻ്റെ ഒഫീഷ്യൽ GM ആയ മാനസ മാഡത്തിൻ്റെ മെയിലൊന്ന് ചെക്ക് ചെയ്താൽ മതി, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ മാനസ വല്ലാതായി നിൽക്കുകയാണ്. എന്നിട്ട് മാനസ ചോദിക്കുകയാണ്, അങ്ങനെ നമ്മളെ ഡിസൈൻ റിജക്റ്റ് ആയി. അപ്പോൾ വിദ്യ പറയാണ്, അവർക്ക് വേറെ നല്ല ഡിസൈൻ കിട്ടിക്കാണും, അതുകൊണ്ടായിരിക്കും നമ്മൾ ഡിസൈൻ റിജക്റ്റ് ആയത്. വിദ്യ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ നമ്മളെ കൺമണി വരികയാണ്. കൺമണി വരുമ്പോൾ മാനസ പെറുപുറത്തോണ്ട് നിൽക്കുകയാണ്. എന്നാലും എങ്ങനെ ഈ ഡിസൈൻ റിജക്റ്റ് ആയി എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൺമണി മേഡം എന്ന് വിളിക്കുക. അപ്പം മാനസ, കൺമണിയോ, എല്ലാം നമ്മളെ കൈവിട്ട് പോകുന്നല്ലോ കൺമണി. എന്താ മേഡം, നമ്മളെ ഡൽഹി പ്രോജക്റ്റ് നമ്മളെ കൈവിട്ട് പോയല്ലോ കൺമണി, എല്ലാം റിജക്റ്റ് ആയിപ്പോയെന്ന്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, ഇപ്പോൾ വിദ്യ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. അതെന്തിനാ മേഡം വിഷമിക്കുന്നത്? അതൊന്ന് നോക്കിയാൽ നല്ലതല്ലേ? അല്ലെങ്കിൽ മേഡം ഡൽഹിയിൽ പോയി ഇതിനെക്കുറിച്ച് വിവരണം കൊടുക്കണം. അപ്പോൾ മേഡം അല്ലേ രക്ഷപ്പെട്ടത് എന്ന് കൺമണി പറയുമ്പോൾ ശരിക്കും മാനസ ചിന്തിക്കുകയാണ്, ശരിയാണല്ലേ, അപ്പം ഞാൻ രക്ഷപ്പെട്ടു അല്ലേ അതിൽ നിന്നും? അതേ മേഡം അതിൽ നിന്ന് വലിയ ഒരു കുരുക്കിൽ നിന്നാണ് ഊരിയത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അപ്പോൾ ഇനി അതോർത്ത് ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലേ കൺമണി? ഞാനിത് ഓർമ്മിച്ചില്ല കൺമണി, നീ ഇത് പറഞ്ഞു തന്നതിന് വളരെ നന്ദി.
നമ്മൾ കൺമണിയും മാനസിയും കൂടെ നല്ല സന്തോഷത്തിൽ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുജ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നടന്ന കാര്യമെല്ലാം കൃഷിനോട് പറയുന്നു. സുചിത്രയെ കണ്ടതും ബലരാമന് വഴിപാട് കഴിക്കാൻ വന്നതും 1001 തേങ്ങ ഉടച്ച കാര്യമെല്ലാം സന്തോഷത്തോടെ സുജ പറയുകയാണ്. പറയുമ്പോൾ ഞാൻ ഭയന്നിരുന്ന BR ഡിസൈൻസ് ആണ് അവരുടെ ഗ്രൂപ്പാണ് എന്നൊക്കെ സാഗർ പറയുന്നു. അപ്പോൾ സുജി പറയുകയാണ്, അത് നമ്മൾ അതിനെക്കുറിച്ച് ഭയക്കുകയെന്ന് വേണ്ട, അവർ നല്ല സന്തോഷത്തിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ച്. അവർക്ക് അങ്ങനെ ഒരു യാതൊരു സംസാരത്തിലൊരു വൈരാഗ്യമോ വേറെ ഒരു മത്സരബുദ്ധിയോ ഞാൻ കണ്ടില്ല. ഞാൻ സംസാരിച്ചപ്പോൾ നല്ല ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. സാഗർ വെറുതെ ആ ഗ്രൂപ്പിനെ ഭയക്കുന്നതാണ്. അവർ ഒരിക്കലും നമുക്കൊരു എതിരാളിയല്ല. പിന്നെ ബിസിനസ് ആകുമ്പോൾ അങ്ങനെയൊക്കെ വന്നെന്നിരിക്കും എന്ന് പറഞ്ഞ് അവർ എതിരാളിയാകുമെന്ന് സാഗർ ഭയക്കണ്ട എന്നൊക്കെ സുജി പറയുകയാണ്. സാഗർ എന്നിട്ടും സാഗറിനത് ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുന്നു. ഇത്രയും ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.